മാം, ഈ കരാർ ജീവനക്കാരായ സ്ത്രീകളുടെ പ്രസവാവധി ആ പ്രസവാവധി നിയമവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും പലതരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പ്രസവാവധി നിയമം പ്രാക്ടിക്കൽ ആക്കാൻ നിന്നിരുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആക്കാൻ മാഡം സ്പെൻഡ് ചെയ്തിരുന്ന ഒരു ടൈമിൽ ഈ കരാർ ജീവനക്കാരായ സ്ത്രീകൾക്ക് കൂടി വേണ്ടിയുള്ള പ്രസവാവധി ഏതെങ്കിലും തരത്തിൽ ഒരു വെല്ലുവിളിയായിരുന്നോ? അല്ലെങ്കിൽ ഈ മേഖലയിൽ ഇപ്പോഴും ഈ സ്ത്രീകൾക്ക് പ്രസവാവധികൾ അതാത് നിയമം അനുസരിച്ച് ലഭിക്കുന്നുണ്ട്? കരാർ ജീവനക്കാർക്ക് പ്രസവാവധിയെ ഇല്ലായിരുന്നു, ലോസപ്പായിരുന്നു. അപ്പൊ ഞാൻ അതിലേക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ആ കുട്ടിയുടെ പേര് പറയുന്നതിൽ കുഴപ്പമില്ല. UIT കോളേജ് പത്തനാപുരത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് UIT കോളേജ് എന്ന് പറയുന്നത്. അതില് പത്തനാപുരത്തുള്ള ഒരു ഗർഭിണി പ്രസവിച്ച് വന്നപ്പോ അത് പ്രസവം കഴിഞ്ഞിട്ട് അതിന് ലോസപ്പയാണ് വന്നത്. അപ്പം 6 മാസത്തെ ലോസപ്പ്. അങ്ങനെ വന്ന് അവരുടെ ട്രേഡ് യൂണിയന്റെ അടുത്ത് പറഞ്ഞു, ട്രേഡ് യൂണിയൻ നേതാവ് പറഞ്ഞു, ട്രേഡ് യൂണിയൻ നേതാവ് എന്റെ നമ്പർ കൊടുത്തത്. അപ്പൊ ഒരു ദിവസം കോണ്ടാക്ട് ലിസ്റ്റ് ഇല്ലാത്ത ഒരു കാള് എന്നിലേക്ക്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, മാഡം ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലില് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്, അധ്യാപികയാണ്. അത് UIT കോളേജ് പത്തനാപുരത്തുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് പ്രസവ ആനുകൂല്യം കിട്ടിയില്ല, ലോസപ്പയിലാണ് പ്രസവിച്ചത്. അപ്പൊ എന്റെ ട്രേഡ് യൂണിയന്റെ ആള് തന്നെയാണ് മാഡത്തിന്റെ നമ്പർ തന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അവരെ കൊണ്ട് സാധിക്കാത്ത ഞാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതെനിക്ക് അറിയത്തില്ല. ഞാൻ എളുപ്പം തന്നെ ആ ആളിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ട്രേഡ് യൂണിയൻകാരുടെ ഒക്കെ നമ്പർ എന്റെ കയ്യിലുണ്ട് ഇവരുടെ. അപ്പം വിളിച്ച് അപ്പം ഞാൻ പറഞ്ഞു, ശരിക്കും ഞാൻ ഇച്ചിരി റാഷായിട്ടാണ് സംസാരിച്ചത്, നിങ്ങളെ കൊണ്ട് പറ്റാത്തത് ഞാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് തിരിച്ചുള്ള മറുപടി എന്ന് പറയുന്ന, മാഡത്തിന് അതിനുള്ള കാലിബർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ നമ്പർ കൊടുത്തതെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും പറയുന്നതല്ല, കാരണം ഒരു ഗർഭിണിക്ക് പ്രസവ ആനുകൂല്യം കിട്ടിയില്ലെന്ന് പറയുമ്പം ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. അപ്പോഴ് എന്റെ ആനുകൂല്യ ഈ ലോസോപ്പയായിട്ടുള്ള ആളിന്റെ ആ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കും. പിന്നെ ഞാന് റെയ്ഹാന എന്നാണ് ആ കുട്ടിയുടെ പേര്. റെയ്ഹാനയുടെ ഡീറ്റെയിൽ എല്ലാം മേടിച്ച് ഞാൻ, അതായത് ലോസോപ്പയില് പ്രസവിച്ച്, അതായത് സാലറി ഇല്ലാത്തതിന്റെ ഡീറ്റെയിൽ എല്ലാം മേടിച്ച് എല്ലാം ഞാൻ എന്റേതായിട്ട് ഒരു പരാതി എഴുതി കൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ അടുത്താണ് പോകേണ്ടത്. ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ PS എന്ന് പറഞ്ഞ അദ്ദേഹം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 17/9/25 ഇതാണ് ആ ഡേറ്റ്. ഞാൻ കൊണ്ടുചെന്ന് സെക്രട്ടേറിയറ്റിൽ ചെന്ന് അദ്ദേഹത്തിനെ കണ്ടവൻ പറഞ്ഞു, മാഡം ഇത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇത് അനുവദിക്കേണ്ടത്, ഇപ്പൊ ഇത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ഒന്നും പറയണ്ടേ, രത്ന ചുരുക്കം പറഞ്ഞാല് ഈ 17/9/25 തൊട്ട് സെക്രട്ടേറിയറ്റിൽ ഈ ഹയർ എഡ്യൂക്കേഷന്റെ എല്ലാ സെക്ഷനിലും കയറി ഇറങ്ങി ഒരു സെക്ഷനിൽ നിന്ന് വേറൊരു സെക്ഷനിലേക്ക് ഇത് വിടിയിപ്പിച്ച് അവസാനം ഒരു ദിവസം ചെന്നപ്പം പറഞ്ഞു, മാഡം ഇത് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെ ഇതേപോലെ കുറെ മേശകൾ കടന്നു വേണം ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ അടുത്ത് കിടക്കുക. ഒരു ദിവസം 1-2 ദിവസം പോയി, രണ്ടാമത്തെ ദിവസം ഇത് ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ അടുത്ത് കിടക്കുകയാണ്. അവിടെ ചെന്നപ്പം ആ മാഡം അപ്പൊ എന്റെ ഗസറ്റ് ഇരിപ്പുണ്ട്, ഇവർക്ക് അനുവദിപ്പിച്ച് 2021 ഞാൻ ഇവർക്ക് ഗസറ്റ് ഇറക്കിയത്, പ്രസവാനുകൂല്യത്തിന്റെ സാലറിയോട് കൂടിയ പ്രസവാനുകൂല്യത്തിന്റെ ഗസറ്റ്. അപ്പം ആ ഗസറ്റുമായിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അവിടെ ചെന്നപ്പം ഡെപ്യൂട്ടി രജിസ്ട്രാർ പറഞ്ഞു, ആരും ആ കാര്യം പറയുന്നില്ല, ഇന്നടുത്ത് പോകാനേ പറയുന്നുള്ളൂ. അപ്പൊ ഡെപ്യൂട്ടി രജിസ്ട്രാർ പറഞ്ഞു, മാഡത്തിന്റെ ഗസറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഗസറ്റ് ഉണ്ട് മാഡം, ഞാൻ ജിയോ തരാം, അതായത് ഗവൺമെന്റ് ഓർഡർ തരാം. ഗസറ്റ് വെച്ചിട്ട് ജിയോ ഇറക്കിയിട്ടാണ് ഇവർക്ക് ആനുകൂല്യം കിട്ടുന്നത്, അല്ലാണ്ട് ഗസറ്റ് വെച്ചിട്ടല്ല, ഗസറ്റ് നോക്കിയല്ല കൊടുക്കുന്നത്. ഗസറ്റ് എന്നാണ് ഇറക്കിയെന്ന് വെച്ചാൽ അന്നേരം തന്നെ ജിയോയും ഇറങ്ങും, പിറ്റേ മാസം അങ്ങനെ ജിയോ ഇറങ്ങും. അപ്പൊ ഈ ഡെപ്യൂട്ടി രജിസ്ട്രാർ എനിക്ക് ജിയോ കോപ്പി എടുത്തു തന്നിട്ട് പറഞ്ഞു, ഇത് രണ്ടും കൂടെ മാഡം ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം 1961 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആണ് ഞാൻ ഇവർക്കും ഉണ്ടാക്കിച്ചത്. അതൊക്കെ വക്കീലന്മാരെ, ഹൈക്കോടതിയിലെ വക്കീലന്മാരെയൊക്കെ പിടിച്ചാണ് ഞാൻ നിയമമൊക്കെ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തതൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ ആ ജിയോയും ഗസറ്റും കൂടെ വെച്ചിട്ട് ആ ഡെപ്യൂട്ടി രജിസ്ട്രാറിന്റെ റൂമിൽ വെച്ച് തന്നെ ഞാൻ ഒത്തു നോക്കിയപ്പം ആ ഗസറ്റ് പറഞ്ഞിരിക്കുന്നത്
ഈ ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷം അതിന് 82 ദിവസത്തെ അറ്റൻഡൻസ് മതി. അതായത് എനിക്ക് കിട്ടിയത് അങ്ങനെ തന്നെയാണ്. 1961 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് ആ പ്രഗ്നന്റ് ആയ ലേഡി പ്രസവിക്കുന്ന ദിവസത്തിന് തൊട്ട് മുമ്പുള്ള ഒരു വർഷം 82 ദിവസത്തെ അറ്റൻഡൻസ് മതി. അതിൽ ജിയോ ആക്കിയപ്പോ അതിനകത്ത് നല്ല ഒന്നാം തരം ഒരു കൃത്രിമം നടത്തി പ്രസവിക്കുന്ന ആ മാസത്തിന് തൊട്ട് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് 82 ഡേയ്സ് അറ്റൻഡൻസ് വേണമെന്നാക്കിക്കളഞ്ഞു. അപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ വെച്ചു. അപ്പം മാഡം ചോദിച്ചു, നോക്കിയോന്ന് ചോദിച്ചു. ലേഡി ആയിരുന്നു, ഡെപ്യൂട്ടി രജിസ്ട്രാർ. നോക്കിയെന്ന് പറഞ്ഞു. ഇത് വെച്ചിട്ട് കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറയില്ലെന്നു. പിന്നെ ഇതിന്റെ പുറകെയായിരുന്നു ഇങ്ങനെ ജിയോ കറക്ഷൻ. അതായത് എങ്ങനെയാണ് ജിയോ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വൾഗറാക്കി കളഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഈ സെൽഫ് ഫൈനാൻസ് മേഖലയിലെ കരാർ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ താപ്പാനകളാണ്. എല്ലാം വലിയ വലിയ പിന്നെ പണക്കാരുടെയാണ് ഇവിടുത്തെ കോളേജുകളൊക്കെ. അപ്പൊ അതില് ഇങ്ങനെ ഈ 6 മാസത്തെ പ്രസവാവധി അവര് വീട്ടിലിരുത്തി കൊടുക്കാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കരാറുകാരാണ് അത്, അവരും കരാറുകാരാണ്. അങ്ങനെ വന്ന് ജിയോയിലുള്ള തിരുത്ത്. പിന്നെ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുവന്നിട്ട് ഇത് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് തന്നെ ജിയോയിലെ കൃത്രിമം കാണിച്ച് വ്യക്തമായിട്ട് അതെല്ലാം എഴുതി അതിന് വേറെ ജിയോയുടെ കോപ്പി, ഗവൺമെന്റ് ഓർഡർ അന്ന് ഇറക്കിയ ഗവൺമെന്റ് ഓർഡറിന്റെ കോപ്പി, ഗസറ്റിന്റെ കോപ്പി, എന്റെ പരാതി, പിന്നെ ഈ റിജക്ട് കുട്ടിയുടെ ലെറ്റർ, അങ്ങനെ കുറെ ഡോക്യുമെന്റ് വെച്ചിട്ട് ഞാൻ വീണ്ടും ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് മൂവ് ചെയ്തു. അതായത് ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. അങ്ങനെ 17/9/25 ഞാൻ തുടങ്ങിയ ആ ജോലി, അതായത് ഈ ജിയോയിൽ വന്ന എറർ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, ഗവൺമെന്റ് ഓർഡറാണ് തെറ്റായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഞാൻ ഇറക്കിയ ഗസറ്റ് അല്ല, ഗവൺമെന്റ് ഓർഡർ. അത് വെച്ചിട്ട് ഈ ഗസറ്റ് വെച്ചിട്ട് തെറ്റായിട്ട് ഓർഡർ ഇറക്കിയതിനാണ് വീണ്ടും എനിക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അവർക്ക് സുന്ദരമായിട്ട് അതേ ഗസറ്റിന്റെ അതേ മാറ്റർ വെച്ചിട്ടുള്ള ജിയോ ആയിരുന്നെങ്കിൽ എനിക്ക് രണ്ടാമത് ഇങ്ങനെ ഇറക്കണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി അവസാനം 17/9/25 ഇറങ്ങിയ ഇറക്കം ഡെയിലി ഫോളോ അപ്പ് ആയിരുന്നു. സെക്രട്ടേറിയറ്റ് കൊടുത്തിട്ട് അവസാനം അത് ജിയോയുടെ കറക്ഷൻ വരുത്തി എന്ന് 2 വാക്കിൽ പറഞ്ഞാല് എന്റെ ഒരു ജന്മം പാഴായതുപോലെയായിരുന്നു. 17/9/25 തൊട്ട് 2/3/26 ജിയോ വെളിയിൽ ഇറക്കിയത്. കാരണം അത്രയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടി. സർക്കാരിൽ പറ്റിയ ഒരു പിഴവ് അത് അറിയാതെ പറ്റിയതാണോ എന്ന് ഞാൻ ഫൈനാൻസിൽ തിരക്കി. ഇത് ഫൈനാൻസിലൊക്കെ കയറി ഇറങ്ങി 2 പ്രാവശ്യം ഇത് ഫയല്. അവസാനം അവിടുന്ന് ഞാൻ അറിഞ്ഞത് അത് അബദ്ധത്തിൽ പറ്റിയതല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ ജിയോ അട്ടിമറിച്ചെന്നുള്ളത്. അതായത് ജിയോ അട്ടിമറിക്കുകയായിരുന്നു. അങ്ങനാണ് വീണ്ടും അവസാനം ഇത് കറക്റ്റാക്കി, ജിയോ കറക്റ്റാക്കി 2/3/26 പുതിയ ജിയോ ഇറങ്ങി. ഇത് വെച്ചിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയെ കൊണ്ടുവന്ന് വേറെ കവറിംഗ് ലെറ്ററോട് കൂടി കൊടുക്കാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയില് VC-യുടെ PS പറഞ്ഞു. എന്റെ ഒരു കവറിംഗ് ലെറ്ററും കൂടെ കൊടുത്ത് യൂണിവേഴ്സിറ്റി ഇതനുസരിച്ച് കരാറുകാർക്ക് പ്രസവാവധി കൊടുക്കണമെന്നും പറഞ്ഞ് ഞാൻ പുതിയൊരു ഈ കറക്റ്റഡ് ജിയോയും വെച്ച് കൊടുത്തു. യൂണിവേഴ്സിറ്റി ഓർഡർ ഇറക്കാൻ, അതായത് യൂണിവേഴ്സിറ്റി ഇത് വെച്ച് കൊടുക്കത്തില്ല, യൂണിവേഴ്സിറ്റി ഓർഡർ വേറെ ഇറക്കണം. അത് കഴിഞ്ഞ് ഞാൻ കയറി ഇറങ്ങി ഈ BCH എന്ന് കണ്ട് അവിടെ ഒരു VC-യുടെ PS ഉണ്ട്. അത് ഒരുപാട് അനുകൂലമായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് എല്ലാം എന്നോട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു, അവർ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ ഞാൻ VCH എന്ന് കണ്ട് അദ്ദേഹം ഇപ്പം സന്തോഷത്തോടുകൂടി ഞാൻ പറയട്ടെ, കഴിഞ്ഞ സെനറ്റിൽ അത് പാസ്സാക്കി, യൂണിവേഴ്സിറ്റി ഓർഡർ ആക്കി. ഇപ്പൊ ലാസ്റ്റ് എല്ലാം കൈമറിഞ്ഞ് വന്ന് ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ കിടക്കുകയാണ്. മിനിറ്റ്സ് അപ്രൂവ് ചെയ്താൽ മതി, അതുവരെ ആയിക്കഴിഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു സ്ത്രീ എന്തുമാത്രം പാടുപെട്ടെന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അങ്ങനെ ആ ജിയോ ഇപ്പൊ ഇറങ്ങുമ്പോ ഈ കേരള യൂണിവേഴ്സിറ്റിക്ക് കിട്ടും. പക്ഷേ അത് കഴിഞ്ഞ് ഈ 3 യൂണിവേഴ്സിറ്റിയിലെ സ്ത്രീകൾ, ലേഡീസ് എന്നെ വിളിക്കാനുള്ള ഒരു ചാൻസ് കാണും. കാരണം ഇവർക്ക് കിട്ടുമ്പം അവർക്ക് കിട്ടാതെ വരും. അതാണ് ഇനി അടുത്തത് വരാൻ പോണെന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അത് കാരണം ഇവിടെ ഉള്ള സ്ത്രീകൾക്ക് അത് 21 തൊട്ടാണ്.
2021 ഞാൻ ഗസറ്റ് ഇറക്കിയ എന്റെ പ്രവർത്തനം മൂലം, ഞാനല്ലല്ലോ ഗസറ്റ് ഇറങ്ങി, എന്റെ പ്രവർത്തനം മൂലം ഗസറ്റ് ഇറങ്ങിയ ആ 2021 തൊട്ടുള്ള എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. അത് ഇന്നലെ ഞാൻ വിളിച്ചപ്പോ യൂണിവേഴ്സിറ്റിയിൽ ഒരു സാറ് പറഞ്ഞു, മാഡം അത് 21 തൊട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിപ്പം പിന്നെ അധ്യാപകരുടെ ഒരു ഇതിലുണ്ട്, അവരുടെ ഇതിലേക്ക് വിട്ടിരിക്കുകയാണ്, അത് അതിന്റെ ബാക്കി കാര്യങ്ങൾക്കായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതായത് സെനറ്റ് അപ്രൂവ് ചെയ്ത് മിനിറ്റ്സ് ആക്കി വെളിയിലോട്ട് വന്നാൽ മതി, എന്നിട്ട് യൂണിവേഴ്സിറ്റി ഓർഡർ ഇറക്കും. അപ്പം കേരള യൂണിവേഴ്സിറ്റിക്കും കിട്ടി, അല്ലാത്തവർക്ക് ഈ മറ്റേ ഇത് വെച്ചിട്ട് തന്നെ അവർക്കും കിട്ടും. അപ്പം അങ്ങനെ തന്നെ ഏറ്റവും അവസാനത്തെ ഇത് അന്ന് പറയാൻ പറ്റത്തില്ല, ഇനി എന്താണ് എന്നിലേക്ക് വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്കുള്ള ഒരു നിയമം ഇങ്ങനെ പെൻഡിങ് കിടക്കുകയാണ്, അതായത് എൽഡർലി കെയർ 2025, അതിനൊരു ഇറങ്ങണം. അത് നിയമമായിരിക്കുകയാണ്, അത് നമ്മുടെ നിയമസഭയെ വെച്ച് പാസ്സാക്കാൻ മാത്രം മതി. ഏതായാലും മാഡം സൂചിപ്പിച്ചതുപോലെ കരാർ ജീവനക്കാരായ സ്ത്രീകൾക്കുള്ള പ്രസവാവധി അത് പ്രാക്ടിക്കലാക്കിയെടുക്കുക, നടപ്പിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്രയേറെ എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അതിനേറെ കടമ്പകൾ കടക്കേണ്ടി വന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവം മൂലം, അതുമൂലമുണ്ടായ വീഴ്ചകൾ അത് പരിഹരിച്ച് വീണ്ടും അതൊരു നിയമമായി മാറ്റിയെടുക്കാൻ, കരാർ ജീവനക്കാരായ സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന നിലയിലേക്കുള്ള പ്രസവാവധി പോലും നേടിയെടുക്കാൻ ഈ 2026 ഏറെ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് എന്തായാലും വ്യക്തമാണ്. താങ്ക് യു മാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.